നാട് നന്നാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അന്തംഗമികളുടെ ഒരേ ഒരു ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ നാടിനെ ഞങ്ങൾ കുട്ടിച്ചോറാക്കും. ഈ നാട് ദാരിദ്ര്യത്തിന്റെ പട്ടുകുഴിയിലേക്ക് കൂപ്പുകുത്തണം. ഒരു തരത്തിലും രക്ഷപ്പെടരുത്. യുവാക്കളും യുവതികളും അന്യനാടുകളിലേക്ക് പോകണം. ഇവിടെ ഇവർക്ക് ഇൻക്ലാബ് വിളിക്കാൻ ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ വേണം, അന്തംഗമികൾ വേണം. ഇതിനു വേണ്ടിയിട്ട് നാടൊരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഉളുപ്പില്ലാതെ പറയാണല്ലോ MSc കമ്പനിയെ പറഞ്ഞയക്കാൻ. ഒന്ന് ആലോചിച്ചാണ്. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, സുവർണാവസരം. MSc എന്ന് പറയുന്ന കമ്പനി ഇവിടെ മുതൽ മുടക്കുന്നു. നമ്മൾ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം പറയാണ് സതീശൻ അനുവാദം കൊടുക്കാൻ പാടില്ല. എന്തിനു അനുവാദം കൊടുക്കാൻ പാടില്ല? സംസ്ഥാന സർക്കാരിന്റെ അനുവാദം വാങ്ങില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുവാദം വാങ്ങില്ല. എടോ വാങ്ങിയില്ലേ? സംസ്ഥാന സർക്കാരിന്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് ഇവര് കത്ത് കൊടുത്തു. അയ്യേ, കത്ത് നേരത്തെ തരണം. കത്ത് ഇത് മറ്റേ മാന്നാർമത്തായിലെ മറ്റാൾ പറഞ്ഞ മാതിരിയാ. ഒരു മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ പുറപ്പെടാന്ന് പറഞ്ഞ മാതിരി കത്ത് നേരത്തെ കൊടുക്കണം. കത്ത് കൃത്യമായി. എടോ അദാനിക്ക് അറിയടോ, അദാനി ആദ്യമായിട്ടല്ല. ഇവരുടെ വർത്താനം കണ്ടായിരിക്കും അദാനി ആദ്യമായിട്ടാണ് വിഴിഞ്ഞത്തൊരു തുറമുഖം സ്ഥാപിക്കാൻ. അദാനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറമുഖങ്ങളുണ്ട്. പല തുറമുഖങ്ങളും ഈ MSc കമ്പനിയുമായുള്ള സഹകരണത്തോടെയാണ് അവര് നടത്തുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു സഹകരണമാണ് ഇവിടെയും നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കുരുവട്ടിയിട്ട് കാര്യമില്ല. ഏതായാലും മൂട്ടില് തീപിടിച്ചത് കെടുത്താൻ നോക്കിക്കോട്ടോ. മൂട്ടില് തീപിടിച്ചത് കെടുത്താൻ നോക്കിയോ, അല്ലെങ്കിൽ നാളെ അപ്പിടാൻ പറ്റില്ല. എല്ലാവരോടും പറയാണ്, പിണറായി വിജയൻ മുതൽ താഴോട്ടുള്ള എല്ലാ അന്തംഗമികളോടും പറയാണ്, നിങ്ങളുടെ മൂട്ടിൽ പൊട്ടിയ ബോംബിട്ടല്ലോ, മൂട്ടിൽ പൊട്ടിയ അമിട്ടുകൾ, ആ അമിട്ടുകൾ എത്രയും പെട്ടെന്ന് കെടുത്താൻ വേണ്ടി നോക്കിക്കോ, അല്ലെങ്കിൽ ആകെ കത്തി തീരും കേട്ടോ. അത്ര മാത്രമേ പറയാനുള്ളൂ. വെറുതെ ഇങ്ങനെ കുരുപൊട്ടിട്ട് ഒന്നും നിലവിളിച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അത് നിങ്ങളുടെ ദേശാഭിമാനി മാത്രം വായിച്ച്, കൈരളി TV മാത്രം കണ്ട്, റിപ്പോർട്ടർ TV മാത്രം കണ്ട് മാത്രമല്ല, ഇപ്പൊ ബിഗ് ടിവിയും ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്ഷുദ്ര ചാനലുകൾ. ആ ചാനലുകൾ പറയുന്ന കള്ളത്തരങ്ങളല്ല വിശ്വസിക്കേണ്ടത്. ഇവിടെ കൃത്യമായി സത്യം പറയുന്ന സോഷ്യൽ മീഡിയയുണ്ട്, സത്യം പറയുന്ന മാധ്യമങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ സാധാരണക്കാരന് പറ്റും, ഇവിടുത്തെ ജനങ്ങൾക്ക് പറ്റും. പറ്റാത്തത് ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് മാത്രമാണ്. അല്ലേ? ഉടുപടവയില്ലാതെ എടുത്തോടിയ അനിൽകുമാറിനും പിന്നെ ഗോപനും ഇമാതിരി ക്ഷുദ്രജീവികൾ, അല്ലെ? ക്ഷുദ്രജീവികൾ, കൃമികീടങ്ങൾ. പൊളിറ്റിക്കൽ പോയിസൺ ഷാഫി പറമ്പിലല്ല. പൊളിറ്റിക്കൽ പോയിസൺ എന്ന് പറയുന്നത് ഈ മാതിരിയുള്ള അനിൽകുമാർ, ഈ മാതിരിയുള്ള ഗോപന്മാരുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വിഷം പരത്തുന്ന വിഷജന്തുക്കൾ എന്ന് മാത്രമേ എനിക്ക് ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഈ UDF-നെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ CPM എറിയുന്ന ഗുണ്ടുകൾ, എറിയാൻ ശ്രമിക്കുന്ന ഗുണ്ടുകൾ എല്ലാം ഇവരുടെ മൂട്ട് തന്നെ കിടന്ന് പൊട്ടുന്ന അതിദയനീയമായ ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരുപാട് കണ്ടു, അല്ലെ? PMCയുടെ കാര്യത്തിൽ കണ്ടു, ഈ മദ്യ നയത്തിന്റെ കാര്യത്തിൽ കണ്ടു. അങ്ങനെ എന്തൊക്കെയാണോ ഇവര് UDF-നെതിരെ അല്ലെങ്കിൽ VD സതീശനെതിരെ ഇവർ കൊണ്ടുവരുന്ന ആരോപണങ്ങളൊക്കെ ഇവർക്കെതിരെ തിരിച്ചടിക്കുകയാണ് കേട്ടോ. ഏറ്റവും അവസാനം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിവാദം. ഒരു വിവാദവുമില്ല. വിവാദമൊക്കെ വെറുതെ CPM-മാർ ഉണ്ടാക്കുന്ന വിവാദം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലൊരു വിവാദവുമില്ല. അതായത് അദാനിയുടെ ഷെയർ, അദാനിയുടെ ഓഹരി 49% അദാനി വിറ്റഴിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി 49% MSc കമ്പനിക്ക് വിൽപ്പന നടത്തുകയാണ്. ഈ ഒരു സംഭവമാണ് CPM-മാർ ആകെ ഇവിടെ സതീശന്റെ മംഗളൂരു യാത്ര, ഡീല്, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഇത് എല്ലാം പൊട്ടി. ഇവരിങ്ങനെ സതീശന് നേർക്ക് എറിയാൻ വേണ്ടിയിട്ട് കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഗുണ്ടുകൾ മുഴുവനും സ്വന്തം മൂട്ടിൽ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. ആസനത്തിൽ തീപിടിച്ച് ഓടുകയാണ്. പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ന്യായീകരണ തൊഴിലാളികളും. ഇന്നൊക്കെ ഞാൻ മനോരമ ചാനൽ കണ്ടു, പിന്നെ മാതൃഭൂമി ചാനൽ കണ്ടു. ഇവിടേക്ക് ഇരുന്നിട്ട് ഇപ്പം ഡോക്ടർ ഗോപൻ എന്ന് പറയുന്ന ഒരാളാണ്. എവിടെയാണ്? മനോരമയിൽ ഗോപൻ, മാതൃഭൂമി ചാനലില് മറ്റേ അനിൽകുമാർ. ഈ രണ്ട് ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ, മറ്റേ ആസനത്തിൽ തീപിടിച്ചിട്ട് അനിൽകുമാർ ഉള്ള തോന്നിയാസം മുഴുവനും വിളിച്ചു പറയാണ്. അവസാനം രാജു പി നായർ ഇറങ്ങിപ്പോയി തോന്നിയാസം പറയാണ്, തെറി പറയാണ്. എന്ന് പറഞ്ഞ മറുപടിയില്ല ചോദ്യങ്ങൾക്കൊന്നിനും. ആര്യ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടിയില്ല അനിൽകുമാർ. അതിന് പകരം പുലയാട്ട് പറയാ എന്ന് പറഞ്ഞാൽ ഈ മാതിരി തോന്നിയാസം കേട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജു പി നായർ ഇറങ്ങിപ്പോവുകയാണ്. ഇതേപോലെ ഇവിടെ എന്താ പറയാ, മനോരമ
മനോരമ ചാനലിൽ നമ്മുടെ അയ്യപ്പദാസും ഡോക്ടർ പി കെ ഗോപനും തമ്മിൽ പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ അയ്യപ്പദാസ് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും പി കെ ഗോപൻ മറുപടി പറയുന്നില്ല. അതിന് പകരം എന്താ പറയാ, തർക്കുത്തരങ്ങള്, പരിഹാസങ്ങള്, ആരോപണങ്ങള് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉത്തരങ്ങൾ കിട്ടാതെയാവുമ്പേ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അദാനി കമ്പനി വളരെ കൃത്യമായി അവരുടെ നിലപാട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഷെയർ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് യാഥാർത്ഥ്യം. എല്ലാ അന്തംഗമികളും ദേശാഭിമാനി മാത്രം വായിച്ച് കോൾമയർ കൊള്ളുന്ന അന്തംഗമികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദാനി എന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ ഷെയർ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. അതിന് പേരെന്താ പറഞ്ഞത്? ഒപ്പിട്ട് കഴിഞ്ഞു. ഓഹരി കൈമാറ്റം ഒപ്പിട്ട് കഴിഞ്ഞു, വിൽപ്പന നടത്തി എന്നൊക്കെ പറയുന്നത്. വിൽപ്പന നടത്തി കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഒന്നിച്ചാണ്ട് MSC കാണ്ട് എഴുതി കൊടുത്തു. ഇനി ഓണർഷിപ്പ് മാറ്റണം. MSC കമ്പനിയാണ്. ഇത് കേട്ട വിചാരിക്കുക MSC കമ്പനി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനിയാണെന്ന്. MSC കമ്പനിയൊക്കെ ഓരോ രാജ്യത്തേക്ക് മുതൽ മുടക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കാരണം ഈ ലോകവ്യാപകമായി ഇത്തരത്തിലുള്ള ഈ ഷിപ്പിംഗ് ഏജൻസി 25% കൈയാളുന്ന ഏറ്റവും വലിയ ഈ ഷിപ്പിംഗ് രംഗത്തെ ഭീമന്മാരായ MSC കമ്പനി വിഴിഞ്ഞത്ത് അവര് നിക്ഷേപം ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇരു കൈകളും നീട്ടി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതിന് പകരം ഇവിടെ വിവാദം ഉണ്ടാക്കുക. ഈ മാതൃഭൂമി ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞെന്താണെന്നറിയോ? VD സതീശൻ ഈ കരാർ ഇത് റദ്ദാക്കണം. MSC കമ്പനിക്ക് അനുവാദം കൊടുക്കരുത്. MSC കമ്പനിക്ക് ഈ ഷെയർ വിൽക്കാനുള്ള അനുവാദം കൊടുക്കരുത്. ഇതാണ് അനിൽകുമാർ പറയുന്നത്. ഇവനൊക്കെ തെരണ്ടിവാല അച്ചാറിൽ മുക്കി അടിച്ചാലും മതിയാവില്ല കേട്ടോ. തെരണ്ടിവാല അച്ചാറിൽ മുക്കി അടിച്ചാലും ഇവന്മാരൊന്നും നന്നാവില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കേരളം രക്ഷപ്പെടാൻ പാടില്ല. കേരളത്തിലെ യുവാക്കളും യുവതികളും രക്ഷപ്പെടാൻ പാടില്ല. കേരളം എല്ലാ കാലത്തും ഇങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തണം. ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്നാണ് ഈ മാതിരിയുള്ള അന്തംഗമികളുടെ മനസ്സിലിരിപ്പ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലേക്ക് ഏറ്റവും വലിയ മുതൽ മുടക്കുമായി MSC കമ്പനി എത്തുന്നു. ഇത് കേരളത്തിന്റെ ഒന്നും കവർന്നെടുത്ത് കൊണ്ടുപോകുകയല്ല. അദാനിയുടെ ഷെയർ ആണ്. അദാനിയുടെ ഷെയർ വിൽക്കുന്നതിൽ നമുക്ക് എന്തിനാണ്, ഈ CPM-മാർക്ക് എന്തിനാണ് ഇങ്ങനെ ഈ കുരുവെട്ടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേരളം ഗതി പിടിക്കരുത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു നല്ല രീതിയിൽ നടക്കരുത്. ഇതിന് പുരോഗതി കൈവരരുത്. കേരളം കുത്തുപാള എടുക്കണമെന്നാണ് ഈ അന്തംഗമികളുടെ മുഴുവൻ മനസ്സിലിരിപ്പ് കേട്ടോ. അല്ലാതെ ഇവരിങ്ങനെ പറയൂ. അപ്പൊ അദാനി പറഞ്ഞത് ഞങ്ങൾ നടപടിക്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ. പിണറായി വിജയൻ മനസ്സിലാക്കണം, അപ്പം ഗോവിന്ദൻ മനസ്സിലാക്കണം, ഐസക് മനസ്സിലാക്കണം, എല്ലാ അന്തംഗമികളും മനസ്സിലാക്കണം കേട്ടോ. ഈ അദാനി പറയുന്നത് അദാനിയാണ് പറയേണ്ടത്. അദാനിയാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ഷെയർ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. എന്തൊക്കെയാ നടപടിക്രമങ്ങൾ? അന്തംഗമികൾ മനസ്സിലാക്കണം. നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാലേ ആദ്യം തന്നെ ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ട്. ഈ ആർക്കാണോ ഷെയർ കൈമാറ്റം ചെയ്യുന്നത്, ആ ഷെയർ കൈമാറ്റം ചെയ്യുന്ന ആ സ്ഥാപനവുമായി അല്ലെങ്കിൽ ആ കമ്പനിയുമായി ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ആദ്യം ഉണ്ടാക്കണം. ഒരു ധാരണാപത്രം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഈ ധാരണാപത്രം ഉണ്ടാക്കുന്നതിന് മുമ്പേ കേരളത്തിനോട് അനുവാദം ചോദിക്കലല്ല, സംസ്ഥാനത്തിനോട് അനുവാദം ചോദിക്കലല്ല. സംസ്ഥാനത്തോട് അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് അദാനി കമ്പനി ഏത് കമ്പനിക്കാണോ ഷെയർ വിൽപ്പന നടത്താൻ പോകുന്നത് ആ കമ്പനിയുമായി തത്വത്തിൽ ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഇവർ ഉണ്ടാക്കണം. അതുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യേണ്ടത് സെബിയുടെ പെർമിഷൻ വേണം. സെബിയുടെ പെർമിഷനും വാങ്ങി മൂന്നാമത് ഇവർ ചെയ്യേണ്ടത് പബ്ലിക്കിനെ അറിയിക്കണം. പബ്ലിക്കിനെയും അറിയിച്ചു. നാലാമത്തെ ഘട്ടം മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറ്റില്ല അനിൽകുമാറേ, പറ്റില്ല. തനിക്കൊന്നൊരു ചുക്കും ചുണ്ടാൻ പറയില്ലെങ്കിൽ ഇതൊക്കെ വന്നിട്ട് ഈ TV ചാനലിന് മുന്നിൽ പറയാനുണ്ടോ? ഉളുപ്പില്ലടോ തനിക്ക്? ഇവൻ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത് രാജു പി നായർ ഇവനോട് പറഞ്ഞു ഉളുപ്പില്ലാത്ത വർഗം. അങ്ങനെ എന്താ പറഞ്ഞത്? ഉളുപ്പില്ലാത്ത വർഗമാണ് ഈ പറയുന്ന അന്തംഗമികൾ എന്ന് പറഞ്ഞു. CPM എന്ന് പറയുന്നത് ഉളുപ്പില്ലാത്ത വർഗമാണെന്ന് പറഞ്ഞു. ശരിയല്ല? നിങ്ങൾ എന്ന് പറഞ്ഞു ഉളുപ്പില്ലാത്ത വർഗ്ഗമാണോ? ഉളുപ്പില്ലാത്ത വർഗമാണ്. ഞാൻ 1000 അല്ല 10,000 പെട്ടതാ പറയുന്നു. നിങ്ങൾ ഉളുപ്പില്ലാത്ത വർഗങ്ങളാണ്. അത് കേട്ട് നിങ്ങൾ കുരുവട്ടണ്ട. എടോ, താൻ എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന MSC കമ്പനിയെ പറഞ്ഞയക്കാനോ? ഇയാൾ പറയാൻ ഒരു ചെളിപ്പില്ലാതെ ഇയാൾ പറയാണ് VD സതീശൻ ചെയ്യേണ്ടത് ഈ കരാറിന് അനുമതി കൊടുക്കരുത്. ഇതിന് അനുമതി കൊടുക്കരുത്. എടോ, VD സതീശൻ വിചാരിച്ചാൽ ഇതിന് അനുമതി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ടെക്നിക്കലായ വെറും സാങ്കേതികമായ അനുമതി മാത്രമാണ്. അതല്ലാതെ അനുമതി കൊടുക്കാതിരിക്കാൻ സംസ്ഥാനത്തിന് പറ്റില്ലടോ. അന്തംഗമി സതീശൻ അനുമതി കൊടുക്കരുതത്രേ. അപ്പൊ ഏതായാലും അദാനി കമ്പനി വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ നടപടിക്രമങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ടാക്കണം.
ഈ പറയുന്ന ഇത് ഇവിടെ സതീശൻ മുഖ്യമന്ത്രി ആയിട്ടല്ലോ, സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല MSC കമ്പനി വരുന്നത്. അത് മനസ്സിലാക്കിക്കോ. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ സതീശൻ അങ്ങനെയാണ്. ഡോക്ടർ ഗോപനൊക്കെ ഈ മനോരമ ചാനലിൽ നിന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതായത് ഈ സതീശൻ ഒരു മംഗളൂരു യാത്ര നടത്തി. സതീശൻ മംഗളൂരു യാത്ര നടത്തിയത് ദുരൂഹമാണ്. ഇവരിപ്പോ എന്തിനും ഏതിനും പറയുന്നതാണ്. സതീശൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരു യാത്ര നടത്തി. എപ്പോഴാ സതീശൻ മംഗളൂരു യാത്ര നടത്തിയത്? എടോ റിസൾട്ട് വരുന്നതിന് മുമ്പാണ്. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് സതീശൻ മംഗളൂരിലേക്ക് ഒരു വിമാനയാത്ര നടത്തിയതിൽ അതിലെന്താ നിങ്ങൾക്ക് കുരുവെട്ടുന്നത്? സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് നേരത്തെ തന്നെ അദാനിക്ക് അറിയായിരുന്നു. നിങ്ങളല്ല പറഞ്ഞത് നിങ്ങൾ മൂന്നാം തവണയും വരാൻ പോകുന്നു. നിങ്ങൾ മൂന്നാം തവണയും വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുമ്പോ സതീശനാണ് വരാൻ പോകുന്നത് എന്ന് അദാനിക്ക് മുൻകൂട്ടി അറിയാടോ? അതിന്റെ പേരിലാണോ അദാനി സതീശനെ മംഗളൂരിലേക്ക് കൊണ്ടുപോയത് ചാർട്ടേഡ് വിമാനത്തിൽ? പറയുന്നതിന് ഒരു ലക്കും ലകാനുമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാ. എന്ത് പറഞ്ഞാലും ഇപ്പോ അന്തംഗമികളുടെ വായിന്ന് വരിക സതീശന്റെ മംഗളൂരു യാത്ര, സതീശൻ മംഗളൂരും പോകും, പല സ്ഥലത്തും പോകും. അതൊക്കെ സതീശന്റെ കാര്യം. സതീശൻ മംഗളൂരിലേക്ക് പോയി, അത് ഡീലാണത്രേ. അതായത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഞങ്ങളിതാ മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നു, മൂന്നാം തവണയും ഞങ്ങളെ വരൂ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സതീശൻ മംഗളൂരിലേക്ക് പോകുന്നത്. ഇത് ഡീൽ ഉണ്ടാക്കാനാണത്രേ അദാനിയുമായിട്ട്. അപ്പൊ അദാനി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സതീശനാണ്. മാത്രമല്ല ഇത് UDF ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ആര് മുഖ്യമന്ത്രിയാവണം, KC ആവണോ, ചെന്നിത്തലയാവണോ, ഈ സതീശനാവണോ എന്നുള്ളതിനെ കുറിച്ച് 10-11 ദിവസം ഇവർ ചർച്ച ചെയ്തു അല്ലേ? അവസാനമാണ് VD സതീശനാകുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമില്ലാത്ത ഈ എന്താ പറയാ ആരോപണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ഏതായാലും എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിച്ചിരിക്കുകയാണ് അദാനി കമ്പനി പറയുന്നു, ഞങ്ങൾ ഇതാ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ പാലിക്കുന്നു, ഞങ്ങൾ സംസ്ഥാന സർക്കാരുമായി ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിനുമില്ല, ഞങ്ങൾ ഇതാ വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ആദ്യം എന്താ ചെയ്തത്? ഞങ്ങൾ ആദ്യം ഇതിന്റെ ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ടാക്കി. ഇതാണ് പിണറായി വിജയൻ ഇന്ന് ദേശാഭിമാനിയിലൊക്കെ എഴുതിയത്. അതായത് ഒപ്പിട്ട് കഴിഞ്ഞു, വിൽപ്പന നടത്തി കഴിഞ്ഞത്രേ, വിൽപ്പന നടത്തി കഴിഞ്ഞു, ഒപ്പിട്ട് കഴിഞ്ഞു എന്ന്. ഈ ഒപ്പിട്ടത് ഈ ഒരു ബൈൻഡിങ് അഗ്രിമെന്റിലാണ്. ഇത് ഈ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഉണ്ടാക്കിയല്ല. ദീർഘകാലം ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെയും അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളുടെയും ഫലമായിട്ടാണ് ഇത്രയും ഭീമമായ ഒരു മുതൽ മുടക്കിന് വേണ്ടിയിട്ട് MSC കമ്പനി തയ്യാറാകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു തത്വത്തിൽ ധാരണ ആവണല്ലോ. ഈ തത്വത്തിൽ ധാരണയാകാതെ അദാനി കമ്പനി ഈ കാര്യം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടും. സംസ്ഥാന സർക്കാരിന്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കരാറാവണ്ടേ? കരാറിന് സമ്മതിക്കണ്ടേ മറ്റേ കമ്പനി? അപ്പൊ ആ കമ്പനിയുമായിട്ടുള്ള ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ആണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഈ അന്തകമ്പികൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കരാറിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ഇരു കമ്പനികളും തമ്മിലുള്ള ഒരു ഐക്യമാണ്. ഞങ്ങൾ ഇതിന് തയ്യാറാണ് എന്ന ഇവരുടെ പ്രാഥമികമായ ഒരു ധാരണാപത്രം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള നടപടിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതാണ് ആദ്യം ചെയ്തത്. അതിനാണ് പറയുന്നത് കച്ചവടം നടത്തി കഴിഞ്ഞു എന്ന്. അത് കഴിഞ്ഞിട്ടാണ് സെബിയുടെ പെർമിഷന് വേണ്ടി അപേക്ഷിച്ചു, അത് അനുവദിക്കുകയും ചെയ്തു. മൂന്നാമതാണ് പബ്ലിക്കിനെ അറിയിക്കുക, പബ്ലിക്കിനെയും അറിയിച്ചു. 4ാം ഘട്ടം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് കത്ത് കൊടുക്കൽ. അതാണ് ബുധനാഴ്ച വൈകുന്നേരം കൊടുത്തത്. അതാണ് സതീശൻ പറഞ്ഞ എനിക്ക് കിട്ടിയില്ല എന്ന് സതീശൻ ഉച്ചക്ക് പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അറിയില്ല. സതീശൻ സത്യസന്ധമായ കാര്യം പറഞ്ഞത്. അപ്പോഴത്തേക്ക് പറഞ്ഞത് സതീശൻ അറിയായിരുന്നു, സതീശൻ പറഞ്ഞില്ല. അതാണ് ഡീല്. സതീശൻ ഉച്ചക്കാണ് ഇക്കാര്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞില്ല, കത്തൊന്നും കിട്ടിയിട്ടില്ല. ശരിയാണ്. കത്ത് വന്നത് എപ്പോഴാണ്? വൈകുന്നേരം കത്ത് വന്നു കഴിഞ്ഞപ്പോൾ സതീശന് വളരെ വ്യക്തമായി അതൊരു പ്രത്യേക കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചു. ആ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. ആ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത് അദാനി തന്നെ പറയുന്നു, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് അറിയാവുന്ന എല്ലാ ആൾക്കാരും പറയുന്നു, ഇത് എന്ന് പറഞ്ഞത് വളരെ വളരെ ടെക്നിക്കലായ ഒരു കാര്യം മാത്രമാണ്, സംസ്ഥാനത്തിൽ അത്രേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞാൽ അദാനിക്ക് 49% ഷെയർ അദാനിക്ക് കൈമാറ്റം ചെയ്യാം. അത് സംസ്ഥാന സർക്കാരിനെ ഒന്ന് അറിയിക്കണം, അത്രയേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കണം. അതാണ് ഇപ്പൊ ചെയ്തത്, അറിയിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് കേന്ദ്രത്തെ അറിയിക്കാനുണ്ട്, ഇതുപോലെ അത് 5ാമത്തെ സ്റ്റെപ്പാണ്. സംസ്ഥാനത്തെ അറിയിച്ചു കഴിഞ്ഞ് സംസ്ഥാനത്തിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ കേന്ദ്രത്തെ അറിയിക്കും. അതും കഴിഞ്ഞിട്ടേ ഇത് ഒപ്പുവെക്കൊള്ളുന്നേ. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഒപ്പുവെക്കൊള്ളൂ. അപ്പോഴാണ് അന്തംഗമ്പികൾ പറയുന്നത് ഇതല്ല, ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇവരുടെ മനസ്സിലൊറ്റ കാര്യമുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉടമ്പടി നടക്കരുത്, ഈ ഷെയർ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ MSC കമ്പനി ഇവിടെ വരരുത്. MSC കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിപ്രശസ്തമാകും.
വൻ എന്താ പറയാ ആ രീതിയിലുള്ള ഈ തുറമുഖത്തിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു വികസനമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കപ്പൽ ഗതാഗതത്തിന്റെ ഭീമന്മാരാണ് MSC കമ്പനി. നമ്മളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വിദേശ മുതൽ മുടക്ക് വേണം. ഇത് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? വിദേശ കമ്പനികൾ വരണം, വിദേശ കമ്പനികളുടെ മുതൽ മുടക്ക് വേണം, വിദേശ മുതൽ മുടക്കുകൾ ഇവിടെ വരണം. അത്തരത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു വിദേശ മുതൽ മുടക്കാണ് MSC കമ്പനി ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിനെ കണ്ണുകടിച്ചിരുന്ന കാര്യമുണ്ടോ? അപ്പൊ അതാ ഞാൻ പറയുന്നത്, ഏറ്റവും അവസാനം ഇവര് സതീശനും അദാനിയും തമ്മിലുള്ള ഡീല്, ആ ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ചാർട്ടേഡ് വിമാനത്തിൽ പോയത്. അപ്പം സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എല്ലാം പൊളിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ നാണം കെട്ട് ഉടയാടയില്ലാതെ പൂർണ്ണ നഗ്നരായി ഈ പറയുന്ന TV ചാനലുകളിൽ ഈ രണ്ട് കൊഞ്ഞാണന്മാർ, ഒന്ന് മറ്റേ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സാധനം, മറ്റേത് അഡ്വക്കേറ്റ് PK ഗോപൻ എന്ന് പറയുന്ന വേറൊരു ചൊറിയൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണാം ഈ പറയുന്ന മനോരമ ചാനലിന്റെയും അല്ലെങ്കിൽ മാതൃഭൂമി ചാനലിന്റെയും ഈ രണ്ട് ഇന്റർവ്യൂകൾ. ഇതില് നമ്മുടെ VP ശ്രീപത്മനാഭൻ BJPയുടെ പ്രതിനിധി വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ എന്തിന് തല്ലുകൂടുന്നത്? ശ്രീപത്മനാഭൻ ചോദിച്ചാലേ ശരി, നിങ്ങൾ എന്തിന് ഇങ്ങനെ തല്ലുകൂടുന്നത്? ഇവിടെ ഈ MSC കമ്പനി എന്ന് പറയുന്നതേ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി. ആ കമ്പനി ഇവിടെ വരുന്നു. ഇതിൽ എന്ത് കുത്തക? ഇപ്പൊ തന്നെ ആ കരാറിൽ വളരെ വ്യക്തമായി കുത്തക അനുവദിക്കില്ല, എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും വരാം. ഇവിടെ വേറെ ആരും വരുന്നില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന 1000 കപ്പലുകളിൽ 5 ഒഴികെ ബാക്കി മുഴുവനും ഈ MSC കമ്പനിയുടേതാണ്. അവരാണ് ഈ 45% ഷെയർ വാങ്ങുന്നത്. ഇതെന്തോ സംസ്ഥാന സർക്കാരിന് കൈയിട്ട് വാരുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. ഒന്നുമല്ല. സത്യം പറയുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കേരളത്തിന്റെ വികസന സ്വപ്നം സാക്ഷാത്കൃതമാകുകയാണ്. MSC കമ്പനിയുടെ ഈ ഷെയർ ദേശാഭിമാനി പത്രം 1-ാം തീയതി ദേശാഭിമാനി പത്രം എഴുതിയ പോലെ ഈ വലിയ മുതൽ മുടക്ക് എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇത് LDF സർക്കാരിന്റെ നേട്ടമാണെന്നാണ് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, LDF സർക്കാരിന്റെ നേട്ടമോ അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമോ എന്തെങ്കിലും ആരുടെയെങ്കിലും നേട്ടമായിക്കോട്ടെ. പക്ഷേ ഈ നേട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ നേട്ടമാണ്, കേരള സംസ്ഥാനത്തിന് നേട്ടമാണ്. കേരളത്തിലെ യുവാക്കൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ, സാമ്പത്തികമായ അഭിവൃദ്ധി നേടാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനെയാണ് എന്ന് പറഞ്ഞാൽ ഈ നാട് നന്നാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അന്തംഗമികളുടെ ഒരേ ഒരു ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ, ഈ നാടിനെ ഞങ്ങൾ കുട്ടിച്ചോറാക്കും. ഈ നാട് ദാരിദ്ര്യത്തിന്റെ പട്ടുകുഴിയിലേക്ക് കൂപ്പുകുത്തണം. ഒരു തരത്തിലും രക്ഷപ്പെടരുത്. യുവാക്കളും യുവതികളും അന്യനാടുകളിലേക്ക് പോകണം. ഇവർക്ക് ഇൻക്ലാബ് വിളിക്കാൻ ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ വേണം, അന്തംഗമികൾ വേണം. ഇതിനു വേണ്ടിയിട്ട് നാടൊരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഉളുപ്പില്ലാതെ പറയുകയാണല്ലോ MSC കമ്പനിയെ പറഞ്ഞയക്കാൻ. ഒന്ന് ആലോചിച്ചാണ്, നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, സുവർണാവസരം MSC എന്ന് പറയുന്ന കമ്പനി ഇവിടെ മുതൽ മുടക്കുന്നു. നമ്മൾ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കല്ലേ ചെയ്യേണ്ടത്? അതിന് പകരം പറയാണ് സതീശൻ അനുവാദം കൊടുക്കാൻ പാടില്ല. എന്തിനു അനുവാദം കൊടുക്കാൻ പാടില്ല? സംസ്ഥാന സർക്കാരിന്റെ അനുവാദം വാങ്ങിയില്ല. വാങ്ങിയില്ലേ? സംസ്ഥാന സർക്കാരിന്റെ അനുവാദത്തിന് വേണ്ടിയിട്ട് ഇവര് കത്ത് കൊടുത്തു. കത്ത് നേരത്തെ തരണം. കത്ത് ഇത് മറ്റേ മാന്നാർമത്തായിലെ മറ്റാൾ പറഞ്ഞ മാതിരിയാ, ഒരു മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ പുറപ്പെടാന്ന് പറഞ്ഞ മാതിരി കത്ത് നേരത്തെ കൊടുക്കണം. കത്ത് കൃത്യമായി അദാനിക്ക് അറിയടോ. അദാനി ആദ്യമായിട്ടല്ല, ഇവരുടെ വർത്താനം കണ്ടായിരിക്കും അദാനി ആദ്യമായിട്ടാണ് വിഴിഞ്ഞത്തൊരു തുറമുഖം സ്ഥാപിക്കാൻ. അദാനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറമുഖങ്ങളുണ്ട്. പല തുറമുഖങ്ങളും ഈ MSC കമ്പനിയുമായുള്ള സഹകരണത്തോടെയാണ് അവര് നടത്തുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു സഹകരണമാണ് ഇവിടെയും നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കുരുവട്ടിയിട്ട് കാര്യമില്ല. ഏതായാലും മൂട്ടിൽ തീപിടിച്ചത് കെടുത്താൻ നോക്കിക്കോട്ടോ. കെടുത്താൻ നോക്കിയോ, അല്ലെങ്കിൽ നാളെ അപ്പിടാൻ പറ്റില്ല. എല്ലാവരോടും പറയാണ്, പിണറായി വിജയൻ മുതൽ താഴോട്ടുള്ള എല്ലാ അന്തംഗമികളോടും പറയാണ്, നിങ്ങളുടെ മൂട്ടിൽ പൊട്ടിയ ബോംബുണ്ടല്ലോ, മൂട്ടിൽ പൊട്ടിയ അമിട്ടുകൾ, ആ അമിട്ടുകൾ എത്രയും പെട്ടെന്ന് കെടുത്താൻ വേണ്ടി നോക്കിക്കോ, അല്ലെങ്കിൽ ആകെ കത്തി തീരും കേട്ടോ. അത്ര മാത്രമേ പറയാനുള്ളൂ. വെറുതെ ഇങ്ങനെ കുരുപൊട്ടിട്ട് ഒന്നും നിലവിളിച്ചത് കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അത് നിങ്ങളുടെ ദേശാഭിമാനി മാത്രം വായിച്ച്, കൈരളി TV മാത്രം കണ്ട്, റിപ്പോർട്ടർ TV മാത്രം കണ്ട് മാത്രമല്ല, ഇപ്പൊ ബിഗ് ടിവിയും ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്ഷുദ്ര ചാനലുകൾ, ആ ചാനലുകൾ പറയുന്ന കള്ളത്തരങ്ങൾ അല്ല വിശ്വസിക്കേണ്ടത്. ഇവിടെ കൃത്യമായി സത്യം പറയുന്ന സോഷ്യൽ മീഡിയയുണ്ട്, സത്യം പറയുന്ന മാധ്യമങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ സാധാരണക്കാരന് പറ്റും, ഇവിടുത്തെ ജനങ്ങൾക്ക് പറ്റും. പറ്റാത്തത് ഈ ന്യായീകരണ തൊഴിലാളികൾക്ക് മാത്രമാണ്. അല്ലേ? ഉടുപടവയില്ലാതെ എടുത്തോടിയ അനിൽകുമാർ നമ്മിനെ ഗോപനും ഇമാതിരി ക്ഷുദ്രജീവികൾ, അല്ലെ, കൃമികീടങ്ങൾ
റഹീം പറഞ്ഞ പോലെ രാഷ്ട്രീയ വിഷം അല്ലെ, പൊളിറ്റിക്കൽ പോയിസൺ ഷാഫി പറമ്പിലല്ല. പൊളിറ്റിക്കൽ പോയിസൺ എന്ന് പറയുന്നത് ഈ മാതിരിയുള്ള അനിൽകുമാർ, ഈ മാതിരിയുള്ള ഗോപന്മാരുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വിഷം പരത്തുന്ന വിഷജന്തുക്കൾ എന്ന് മാത്രമേ എനിക്ക് ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.